Divine Thoughts, a journey to the innermost recesses of our soul. സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലം 6-ാം ഞായർ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിവരിക്കപ്പെടുന്ന ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ്. ധനവാൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് ഈ ഭൗതിക ആനന്ദങ്ങളിൽ ആഹ്ലാദിച്ച് ജീവിച്ച, സമൃദ്ധമായി ഭക്ഷിച്ച് ഈ ലൗകിക സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിച്ച വ്യക്തിയാണ്. അതേസമയം അവൻ്റെ പടിവാതിൽക്കല് വ്രണബാധിതനായി കിടന്നിരുന്ന ലാസർ എന്നു പേരുള്ള ദരിദ്രനുമുണ്ടായിരുന്നു. ഈ ധനികന്റെ ഭക്ഷണമേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം കൊണ്ടെങ്കിലും വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ലാസറിന് അതിന് അവസരമുണ്ടായിരുന്നില്ല. അവൻ്റെ വ്രണങ്ങൾ നായ്ക്കൾ നക്കിയിരുന്നു എന്നും നമ്മൾ കാണുന്നുണ്ട്. ഇരുവരും മരിക്കുന്നു. ധനികൻ മരിച്ച് അടക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരണമുണ്ട്. പക്ഷേ ദരിദ്രൻ മരിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ സമയം ധനികൻ പോയതോ പാതാളത്തിലേക്ക്, അഗ്നിമധ്യത്തിലേക്ക്. അവിടെ ആ യാതനകൾക്കിടയിൽ അവൻ കണ്ണുയർത്തി നോക്കുമ്പോൾ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രംഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ലൂക്കായുടെ തന്നെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഈശോയുടെ സമതല പ്രഭാഷണം ഗ്രഹിക്കേണ്ടതുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലെ ഈ ഉപമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാവുകയുള്ളൂ. 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ സമതല പ്രഭാഷണം, ഈശോ തൻ്റെ ശിഷ്യന്മാരോട് നടത്തുന്ന പ്രഭാഷണമാണ്, ദീർഘമായ പ്രഭാഷണം. മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ആ മലയിലെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം തന്നെയാണ് ഇവിടെ വേറൊരു രീതിയിൽ ലൂക്ക അവതരിപ്പിക്കുന്നത്. 5-ാം അധ്യായത്തിൽ മത്തായി ശ്ലീഹ 8 ഭാഗ്യങ്ങളാണ് വിവരിക്കുന്നത് എങ്കിൽ ഈ 8 ഭാഗ്യങ്ങളെ 4 ചുരുക്കി 4 ഭാഗ്യങ്ങളും 4 ദൗർഭാഗ്യങ്ങളുമായിട്ടാണ് 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ ലൂക്ക അവതരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഭാഗ്യങ്ങൾ? ആരൊക്കെയാണ് ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ? ലൂക്കായുടെ ഭാഷ്യമനുസരിച്ച് അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ദരിദ്രരായിരിക്കുന്നവർ, കരയുന്നവർ, വിശക്കുന്നവർ, പീഡനം അനുഭവിക്കുന്നവർ, അവരാണ് ദൈവത്താൽ അനുഗ്രഹീതരായി തീരുന്നത്. കാരണം ദരിദ്രർക്കാണ് സ്വർഗരാജ്യം. ഇവിടെ വിശക്കുന്നവരാണ് സ്വർഗത്തിൽ തൃപ്തരാക്കപ്പെടുവാൻ പോകുന്നത്. ഇവിടെ കരയുന്നവരാണ് ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ പോകുന്നത്. ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നവരാണ് അവിടെ സ്വീകരിക്കപ്പെടാൻ പോകുന്നത്. ഒപ്പം ഈശോ കൂട്ടിച്ചേർത്തു, ഇവിടെ സമ്പന്നരായിരിക്കുന്നവർക്ക് ദുരിതമാണ്. കാരണം അവരെ കാത്തിരിക്കുന്നത് നിത്യശിക്ഷയാണ്, അഗ്നിജ്വാലയാണ്. ഇവിടെ തൃപ്തരായിരിക്കുന്നവർക്ക് വിശക്കും, പരലോകത്തിൽ അവർക്ക് ദാഹിക്കും. ഇവിടെ സന്തോഷമായി കഴിയുന്നവർ അവിടെ ദുഃഖിക്കേണ്ടി വരും, വിലപിക്കേണ്ടി വരും. ഇതെല്ലാം അക്ഷരം പ്രതി നിറവേറുന്നതാണ് നമ്മുടെ ഈ ഉപമയിൽ കാണുന്നത്. ഇവിടെ ധനികനായി ജീവിച്ച് ആർഭാടത്തിൽ കഴിഞ്ഞിരുന്ന ഈ ധനവാൻ അവിടെ ഇതാ അഗ്നിജ്വാലകൾക്കിടയിൽ, പാതാളത്തിൽ, നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇവിടെ വേദന അനുഭവിച്ച് ദരിദ്രനായി ദൈവം മാത്രം സഹായമായി ഉണ്ടായിരുന്നവൻ, ലാസർ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ, എലിയാസർ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവമാണ് സഹായമെന്നാണല്ലോ. ദൈവം സഹായമായിട്ടുണ്ടായിരുന്നവൻ അവിടെ ഇതാ അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്നു. അപ്പോൾ സമതല പ്രഭാഷണത്തിൽ ഈശോ പഠിപ്പിച്ച കാര്യം തന്നെ ഇവിടെ ഈ ഉപമയിലൂടെ, വിവരണത്തിലൂടെ ഈശോ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയായിരുന്നു. എന്താണ് ഈ അബ്രാഹത്തിൻ്റെ മടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അബ്രാഹത്തിൻ്റെ മടിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണം, അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ലൂക്കായുടെ തന്നെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത്, 16-ാം അധ്യായം മുഴുവനും സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗത്തെക്കുറിച്ചാണല്ലോ പഠിപ്പിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് അത് ദൈവത്തിൻ്റെ ദാനമാണ്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് വേണ്ടി മാത്രമല്ല, ചുറ്റുപാടുമുള്ള ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയുള്ളതാണ് എന്നുള്ളതാണല്ലോ ക്രൈസ്തവ പ്രബോധനം. ഈശോയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള പ്രബോധനം, ക്രൈസ്തവ മനോഭാവം അതായിരിക്കണം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നത്, ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ നേടിക്കൊള്ളുവിൻ. എങ്ങനെയാണ് സ്നേഹിതരെ നേടാൻ സാധിക്കുന്നത്? ഇല്ലാത്തവരുമായി പങ്കുവെച്ചുകൊണ്ട്, ചെയ്തുകൊണ്ടാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സ്നേഹിതരെ നേടുന്നെങ്കിൽ ഈ സമ്പത്ത് നിങ്ങളെ കൈവിടുമ്പോൾ, സമ്പത്ത് കൈവിടുന്നത് നമ്മുടെ മരണത്തിലാണ്, ഈ സമ്പത്ത് കൈവിടുമ്പോൾ നിത്യകൂടാരങ്ങളിൽ അവർ നിങ്ങളെ സ്വീകരിക്കും. ആര് സ്വീകരിക്കും? ഇവിടെ
നാം ആരുമായി നമുക്കുണ്ട് ദൈവം നൽകിയ സമ്പത്ത് പങ്കുവെച്ചുവോ ധർമ്മദാനത്തിലൂടെ അവരെ സഹായിച്ചുവോ അവർ നമ്മളെ സ്വീകരിക്കുമെന്ന് പറയുകയാണ്. അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതിനുള്ള ഉത്തരം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങൾ വിവരിക്കുന്ന അന്ത്യവിധിയുടെ വിവരണത്തിലുണ്ട്. അന്ത്യവിധിയിൽ അവിടെ നിന്ന് എന്താണ് പറയാൻ പോകുന്നത്? ചെറിയവരായ എളിയവരായ ഈ പലരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇവിടെ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തപ്പോൾ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തപ്പോൾ, പരദേശിയെ സ്വീകരിച്ചപ്പോൾ, കാരാഗൃഹവാസിയെയും രോഗിയെയും സന്ദർശിച്ചപ്പോൾ നിങ്ങൾ എന്നെ തന്നെയാണ് സന്ദർശിച്ചതെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നവൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് മിശിഹായെ തന്നെയാണ്. അവൻ സ്വീകരിക്കുമെന്നാണ്. അവർ സ്വീകരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിത്യകൂടാരങ്ങളിലേക്ക് അവർ സ്വീകരിക്കും, ദൈവദൂതന്മാർ സ്വീകരിക്കും, ഈശോ തന്നെ സ്വീകരിക്കും. ഈ സൂചിപ്പിക്കപ്പെടുന്ന 16-ാം അധ്യായം സൂചിപ്പിക്കപ്പെടുന്ന ആ നിത്യകൂടാരമാണ്, ദൈവിക ഭവനമാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഭവനമാണ്, ആ സ്ഥലമാണ് അബ്രാഹത്തിൻ്റെ മടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്രാഹാം വിശ്വാസികളുടെ പിതാവാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട് എപ്രകാരമാണ് തൻ്റെ വിശ്വാസത്തിലൂടെ അബ്രാഹാം ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനായതെന്ന്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച വ്യക്തിയായിരുന്നു അബ്രാഹാം. അങ്ങനെ വിശ്വാസികളുടെ പിതാവായി തീർന്നു. ഈ വിശ്വാസി സമൂഹം മുഴുവനും ഒന്നിച്ചു ചേരുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ അബ്രാഹത്തിൻ്റെ മടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു മുന്നോടിയായിരുന്നു യഥാർത്ഥത്തിൽ പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത ആഘോഷിച്ചിരുന്ന കൂടാര തിരുനാളിൽ അവർ കൊണ്ടാടിയിരുന്നത്. വർഷത്തിൻ്റെ 7-ാം മാസം 15-ാം ദിവസം മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാളായിരുന്നല്ലോ കൂടാര തിരുനാൾ, സുക്കോത്ത് എന്നറിയപ്പെട്ടിരുന്ന കൂടാര തിരുനാൾ. ഈ കൂടാര തിരുനാളിൽ അവർ അനുസ്മരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ മെസ്രൈനിലെ അടിമത്തത്തിൽ നിന്ന് മോശ വിമോചിതരാക്കി കൊണ്ടുവന്ന ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവപരിപാലനയിൽ അവിടുന്ന് പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിസ്തംഭമായിട്ടും അവരെ വഴി നടത്തിയതിൻ്റെ അനുസ്മരണം. ആ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ ജലം നൽകി അവരെ സംരക്ഷിച്ചതിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഇവർ മരുഭൂമിയിൽ ഇടയ്ക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി, ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ കൂടാരമടിച്ച് താമസിച്ചിരുന്നു. ആ മരുഭൂമിയിൽ കൂടാരമടിച്ചിരുന്നപ്പോഴും ഇവരെ സംരക്ഷിച്ചിരുന്നത് ദൈവമാണ്. ആ ദൈവിക പരിപാലനയുടെ, പരിഗണനയുടെ, സംരക്ഷണത്തിൻ്റെ എല്ലാം ഓർമ്മയായിട്ട് കാനാൻ ദേശത്തെത്തിയതിന് ശേഷവും ഈ സംഭവം അനുസ്മരിക്കാൻ വേണ്ടി ഒരാഴ്ചക്കാലം യഹൂദ കുടുംബങ്ങൾ വീടിന് വെളിയിൽ ചെറിയ കൂടാരങ്ങൾ കെട്ടി, കുടിലുകൾ കെട്ടി താമസിച്ചിരുന്നു. മരുഭൂമിയിൽ ദൈവം പരിപാലിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ആ സംഭവങ്ങൾ വരും തലമുറയോട് വിവരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അനുസ്മരണത്തിൻ്റെ, സ്മരണയുടെ തിരുനാളായിരുന്നത്. ദൈവപരിപാലനയുടെ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ എല്ലാം അനുസ്മരണമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കൂടാരങ്ങൾ താമസിച്ചിരുന്നപ്പോൾ വരാനിരിക്കുന്ന രക്ഷകന്റെ കാലത്ത്, മെസ്സിയാനിക കാലത്തെ ആ സംരക്ഷണത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും എല്ലാം ഒരു അടയാളം കൂടിയായിട്ട്, മുന്നോടി കൂടിയായിട്ട് ഈ കൂടാര തിരുനാളിനെ കണ്ടിരുന്നുവെന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സഭാപിതാവായ ആഗസ്തിനോസ് സ്വർഗീയ ജെറൂസലമിൻ്റെ ആഘോഷം, മുന്നാസ്വാദനമാണിത്, മെസ്സിയാനിക കാലത്തിൻ്റെ ആഘോഷമാണിത് എന്ന്. വലിയ ദൈവശാസ്ത്രജ്ഞനായ ഒറിജിൻ പറയും, ഇത് ക്രിസ്ത്യൻ ലൈഫിൻ്റെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു സ്കൂളാണ്, പരിശീലന കളരിയാണ് എന്ന്. അതുകൊണ്ട് തന്നെയാകണം വചനം, പിതാവിനോടുകൂടി അനാദിയിലെ ഉണ്ടായിരുന്ന വചനം മനുഷ്യൻ രൂപമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വചനം മാംസം ധരിച്ച് മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടി കൂടാരമടിച്ചു. പഴയ നിയമ കൂടാരത്തിൽ, സമാഗമ കൂടാരത്തിൽ ദൈവം ഉണ്ടായിരുന്നത് പോലെ ഇവിടെ ഇതാ ഈശോ എന്ന വ്യക്തിയിൽ, അവിടുത്തെ ആ മനുഷ്യ പ്രകൃതിയിൽ, മനുഷ്യ ശരീരത്തിൽ ദൈവം തന്നെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ആ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ കൂടാരം സൂചിപ്പിക്കുന്നത്. ആ നിത്യകൂടാരങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ സമ്പത്ത് ശരിയായി വിനിയോഗിക്കണമെന്ന് ഈശോ 16-ാം അധ്യായത്തിൽ ലൂക്കായുടെ സുവിശേഷം 16:9 പറയുന്നത്. അതിൻ്റെ തന്നെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ 21-22 വാക്യങ്ങളിൽ കാണുന്ന അബ്രാഹത്തിൻ്റെ മടി എന്ന് പറയുന്നത്. അബ്രാഹത്തിൻ്റെ മടിയും പാതാളവുമാണ്, അത് തമ്മിലാണ് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നത്. അത് രണ്ടുമാണ്. അബ്രാഹത്തിൻ്റെ മടി സൂചിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവിക ആനന്ദത്തിൻ്റെയും സ്ഥലമാണ്, വേദിയാണ് എങ്കിൽ, വിശ്വസിക്കുന്നവരുടെ സമൂഹത്തിൻ്റെ സ്ഥലമാണതെങ്കിൽ പാതാളം ദൈവത്തിൻ്റെ അഭാവത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവത്തിൻ്റെ, ദൈവത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുന്നതിൻ്റെ ആ ഒരു വേദനയുടെ വിലാപത്തിൻ്റെ സ്ഥലമാണ് ഈ പാതാളം. അവിടെയാണ് അവൻ പീഡിപ്പിക്കപ്പെടുന്നത്. ഈ മുന്നറിയിപ്പ് ഈശോ നൽകിയിരുന്ന മുന്നറിയിപ്പ് പ്രവാചകന്മാരും നൽകിയിരുന്നത് ഏഷ്യാ നബിയുടെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 28-ാം അധ്യായത്തിൽ
ജെറൂസലമിലെ നേതാക്കന്മാർക്കെതിരെ ഏഷ്യ നിവിയ നടത്തുന്ന വിധി പ്രസ്താവന പോലെയാണ് യഥാർത്ഥത്തിൽ 28 അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ. ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റ് ഈ ലോക വസ്തുക്കളിൽ, ലോക വിഗ്രഹങ്ങളിൽ, ലോകത്തിൻ്റെ ശക്തികളിൽ ആശ്രയിച്ചുകൊണ്ട് ശത്രുക്കളുമായി ബന്ധം പുലർത്തി പോകുന്നവർക്കുണ്ടാകുന്ന ആ ശിക്ഷയെക്കുറിച്ചാണ്. മരണവുമായി ഉടമ്പടി ഉണ്ടാക്കിയവർ എന്നാണ് യെശയ്യാ അതേക്കുറിച്ച് പറയുന്നത്. പാതാളവുമായി പറയുന്നത്. അപ്പോൾ മരണവുമായിട്ടുള്ള ഉടമ്പടി, പാതാളവുമായിട്ടുള്ള കരാറ്, അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് പാതാളത്തിൽ എത്തി നിൽക്കുന്നതാണ്. ധനവാൻ എത്തി ആ സ്ഥലത്തേക്ക് എത്തുന്നതാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യെശയ്യാ നിവിയ അവിടുന്ന് പറഞ്ഞത്. അന്ന് 28 അധ്യായത്തിലൂടെ പറഞ്ഞത്. അതാണ് നമ്മൾ 2ാമത്തെ വായനയിൽ കേൾക്കുന്നത്. അവിടെയും പ്രത്യാശയുടെ ഈ ദൈവിക ഭവനത്തിൻ്റെ, അബ്രാഹത്തിൻ്റെ മടിയെക്കുറിച്ചുള്ള സൂചനയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ടല്ലോ, ഒരു മൂലക്കല്ല്, ഞാനിതാ സിയോനിലൊരു കല്ല്, സംശോധന ചെയ്ത കല്ല്, വിലയേറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി സ്ഥാപിക്കുന്നു. 28 അധ്യായം 16 വാക്യത്തിൽ യെശയ്യാ നിവിയ പറയുന്നതാണ്. ഈ മൂലക്കല്ല് മിശിഹ തന്നെയാണ് എന്നുള്ളത് സഭാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് സഭാപിതാവായ ജസ്റ്റിൻ പറയുന്നുണ്ട്. ഇത് മിശിഹ തന്നെയാണ്. സഭയുടെ അടിസ്ഥാനമായി തീർന്ന, മൂലക്കല്ലായി തീർന്ന മിശിഹ തന്നെയാണ് ഈ കല്ല് എന്നുള്ളത് ജസ്റ്റിൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാനുഷിക പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ പെടാതെ ഈ മൂലക്കല്ലായ മിശിഹായിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനെക്കുറിച്ചാണ് യെശയ്യാ നിവിയ പറഞ്ഞത്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതുന്ന 2ാം ലേഖനത്തിൽ 12 അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അവസാന വാക്യങ്ങളിൽ ശ്ലീഹ പറയുന്നുണ്ട്, ശ്ലീഹ വരുമ്പോൾ മാനസാന്തരപ്പെടാത്തവരായി, തിന്മയെക്കുറിച്ച് പശ്ചാത്തപിക്കാത്തവരായി, തിന്മയുടെ വഴികൾ വിട്ടകലാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്തവരുണ്ടാകാം, ഈ വചനം കേൾക്കാത്തവരുണ്ടാകാം എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ വരുന്നവർക്ക് ഈ ലോകത്തിൽ വെച്ച് അത് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ മരണശേഷം ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് അബ്രാഹം ധനവാനോട് പറയുന്നത്. ലാസറിൻ്റെ വിരലെങ്കിലും കൊണ്ട് അവനൊരു അല്പം ജലം എൻ്റെ നാവിൽ വിട്ടു തരണമെന്ന് പറയുമ്പോൾ അബ്രാഹം പറയുന്നില്ലേ, നമുക്ക് തമ്മിലൊരു വലിയ ഗർത്തമുണ്ട്, അവിടെ നിന്ന് ഇവിടേക്കോ ഇവിടെ നിന്ന് അവിടേക്കോ വരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരണശേഷം ആർക്കും പരസ്പരം സഹായിക്കാൻ സാധിക്കുകയില്ല. മണവാളൻ വന്നു കഴിയുമ്പോൾ എണ്ണ പങ്കുവയ്ക്കാൻ സാധിക്കുകയില്ല. അത് സാധിക്കേണ്ടത് ജീവിതകാലത്ത് തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് പരസ്പരം സഹായിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ഈ ധനവാൻ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പക്കലേക്ക്, പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് പറയുമ്പോൾ എന്താണ് അബ്രാഹാം പറയുന്നത്? അവർക്ക് മൂശയും പ്രവാചകന്മാരുമുണ്ടല്ലോ. പഴയ നിയമത്തിലൂടെ ദൈവം കൽപ്പന നൽകിയിട്ടുണ്ട്. ഈ മൂലക്കല്ലായ മിശിഹായിലൂടെ പുതിയ നിയമം നൽകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വചനം പ്രവാചകന്മാരിലൂടെയും മൂശയിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കട്ടെ, അതനുസരിച്ചാൽ മതി, അവർ നീതീകരിക്കപ്പെടുമെന്നാണ്, രക്ഷയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. പക്ഷേ ധനവാൻ പറയുകയാണ്, അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്നൊരാൾ ചെന്നാൽ മോശയും പ്രവാചകന്മാരും പറയുന്നത് പോലെ അവർ കേൾക്കുമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അബ്രാഹാം പറയുന്നത്? ഈ മരിച്ചവരിൽ നിന്നൊരുവനെ, ഈ മോശയും പ്രവാചകനെയും കേൾക്കാത്തവൻ മരിച്ചവരിൽ നിന്നൊരാൾ ചെന്നാലും കേൾക്കുകയില്ല. ഇവിടുത്തെ സൂചന യഥാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്നുള്ളവൻ ഈശോയാണ്, മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്നവൻ ഈശോയാണ്. ആ ഈശോയെ വിശ്വസിക്കണമെങ്കിൽ മോശയും പ്രവാചകന്മാരെയും അംഗീകരിക്കണം. അവർ പറഞ്ഞിരുന്നത് മുഴുവനും ഈശോയെക്കുറിച്ചാണല്ലോ, മിശിഹായെക്കുറിച്ചാണ്, രക്ഷകനായ മിശിഹായെക്കുറിച്ച്. അപ്പോൾ അവരെ അംഗീകരിക്കുന്നെങ്കിൽ മാത്രമേ, അവരെ കേൾക്കുന്നവർക്ക് മാത്രമേ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്വരവും ദൈവത്തിൻ്റെ വചനവും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മാത്രമേ അതിൻ്റെ പൂർത്തീകരണമായ മിശിഹായെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടാരമായിട്ട്, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച വചനമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ അവതാരമായി ദൈവം സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ലോഗോസ് അവനിൽ കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഉപമയിലൂടെ ഈശോ പറയുന്നത്. എന്താണ് ഈ വായനകളിൽ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മുടെ സമ്പത്തിനോടുള്ള മനോഭാവം എന്താണ്? ദൈവം നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്. അത് പണം മാത്രമല്ല, നമ്മുടെ കഴിവുകളാകാം, നമ്മുടെ സമയമാകാം, നമ്മുടെ അറിവാകാം, എല്ലാം. ഈ സമ്പത്ത്, ദൈവം നൽകിയിരിക്കുന്ന ഈ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. എൻ്റെ സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി എനിക്കുള്ളത് പങ്കുവയ്ക്കാൻ സാധിക്കുമ്പോൾ നിത്യഭാഗ്യത്തിന് വേണ്ടി, നിത്യകൂടാരത്തിന് വേണ്ടി ഞാൻ സ്നേഹിതരെ നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായി എനിക്കുള്ളത് പങ്കുവയ്ക്കുവാനുള്ള ആ ഒരു ഔദാര്യ മനോഭാവത്തിന് വേണ്ടി നമുക്ക് ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കാം. ഒപ്പം ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളിൽ മുഴുകി ജീവിക്കാതെ സ്വർഗത്തിൽ കണ്ണു നട്ടുകൊണ്ട്, മരണശേഷമുള്ള ജീവിതത്തിൽ, നിത്യമായ ആ ജീവിതത്തിൽ കണ്ണു നട്ടുകൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു ശ്രദ്ധയും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ മടിയിൽ എത്തിച്ചേരുവാൻ, ആ വിശ്വാസി സമൂഹത്തിൻ്റെ
നീതിമാന്മാരുടെ സമൂഹത്തിൽ വേണ്ട ഭാഗ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.